ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലയ ഹീർ. അപ്പം ഇന്നത്തത് അഹമ്മദാബാദ് വ്ളോഗ് നമ്പർ 2. സോ ഈ ഒരു വ്ളോഗ് നമ്പർ 2 കൂടി ഇട്ട് നിർത്തണമെന്നാണ്. പക്ഷേ എങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിന് ലെങ്ത് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഇന്നത്തെ ദിവസം കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. കാരണം എനിക്ക് എക്സാമാണ് ഇന്നത്തെ ദിവസം. നമ്മൾ എക്സാം ഇതിനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. സോ ഫുൾ ഡേ ഉള്ള എക്സാമാണ്. ഫുൾ ഡേ എക്സാം അല്ല, 2 hours നമുക്ക് സിറ്റുവേഷൻ ടെസ്റ്റ് പോലെയും പിന്നെ നമുക്ക് പോർട്ട്ഫോളിയോ പ്രസൻറ്റേഷൻ ഇൻ്റർവ്യൂ ഒക്കെ പോലെ ഉണ്ട്. സോ ഇൻ്റർവ്യൂവിനൊക്കെ പറ്റി മാന്യമായ എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നു അതെ, അവിടെ ചെല്ലുമ്പം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റിയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. സോ നമുക്ക് അവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഹോട്ടലിലേക്ക് കുറേ പേര് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് UID നമ്മൾ ഈ എക്സാം എഴുതാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ ഇവിടെ അവരുടെ വണ്ടി വന്ന് പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. ബസ് പിക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. എല്ലാവരും കൂടി കോമൺ ഏരിയ എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്തു. കോളേജിൻ്റെ വണ്ടി വന്ന് നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. കർണാവതി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ക്യാമ്പസിലുള്ള ഒരു കോളേജാണിത്. നമ്മൾ കോളേജിൽ എത്തി. അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഈ ടെസ്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ക്രൗഡിനെ ഫോളോ ചെയ്ത് പോവാം. യുണൈറ്റഡ് വേൾഡ് സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷണൽ ഇൻ്റലിജൻസ് ലോ കുറേ ഉണ്ട് ഈ ക്യാമ്പസ്. ഇനി വീഡിയോ എക്സാം കഴിഞ്ഞിട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞില്ല. ഫുൾ ടൈമൊക്കെ ഓടി ചേർത്തിക്കൊണ്ടിരുത്തി. എനിക്ക് ഫസ്റ്റ് സിറ്റുവേഷൻ ടെസ്റ്റ് ആയിരുന്നു. നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റി. എനിക്ക് കോളേജ് കുറച്ചൊക്കെ കാണാൻ പറ്റുള്ളൂ, പക്ഷേ പേരൻസിന് എല്ലാവർക്കും മൊത്തം കാണാൻ പറ്റി. നമ്മുടെ കോളേജിനുള്ളിൽ തന്നെ വെച്ചിട്ടായിരുന്നു ഈ സിറ്റുവേഷൻ ടെസ്റ്റൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സാം നല്ലതായിരുന്നു. ഇനി അടുത്തത് ഇൻ്റർവ്യൂ. എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ? എനിക്ക് നല്ലതായിരുന്നു. കഴിച്ച് കുറച്ച് ഷോകമായിരുന്നു. പിന്നെ നമുക്ക് പോർട്ട്ഫോളിയോ വാല്യുവേഷൻ ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഫുൾ ബോഗെയിൻ വില്ലയാണ്. നമ്മുടെ നാട്ടിലെ എസ്തെറ്റിക് പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇൻ്റർവ്യൂ വെയിറ്റിംഗ് ഹാളിൽ പാനൽ വെച്ചായിരുന്നു സീറ്റിങ്. എനിക്ക് ഗൗരിയായിട്ട് അടുത്തിരിക്കാൻ പറ്റിയില്ല. ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അവിടെ സംസാരിക്കാനും പറ്റില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കൈയും കാലും ഒക്കെ വിറച്ചിട്ട് പാടില്ലായിരുന്നു. ഞാൻ എങ്ങനെയോ കുത്തിയിരുന്നു. അടുത്ത പിള്ളേരൊന്നും ഭയങ്കര ഫ്രണ്ട്ലി അല്ലായിരുന്നു. അത് കാരണം ശോകമായിരുന്നു. ഇൻ്റർവ്യൂ ചെറുതായിട്ട് കുളവായെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ നല്ലപോലെ ബബ്ബ അടിച്ചിട്ടുണ്ട്. അവരെന്നെ നല്ലപോലെ കുത്തുകയും ചെയ്തു. ഞാൻ ലാസ്റ്റ് ആളായിരുന്നു. സോ എന്നെ നല്ലപോലെ കുത്തി. പക്ഷേ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഇവിടുത്തെ ഇന്നത്തെ ദിവസം? ഭയങ്കര ചൂടായിരുന്നു. അതെല്ലാം ഞങ്ങൾ സമയം കളഞ്ഞ് ഞങ്ങളുടെ മൊത്തം ഒന്ന് കറങ്ങി ആ വെയിൽ മൊത്തം കൊണ്ട് ഹോസ്റ്റൽസ് എല്ലാം കണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി വർക്ക്ഷോപ്പുകളെല്ലാം കണ്ടു. സംസാരിച്ച മലയാളി കുട്ടികളൊക്കെ പറഞ്ഞാൽ നല്ല ക്ലാസ്സാണ്, നല്ല ഫെസിലിറ്റികളാണ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ക്യാമ്പസിൽ നോൺ വെജ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. നോൺ വെജ് അല്ല, സോറി, വെജ് മാത്രമേ ഉള്ളൂ. നോൺ വെജ് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഹസ്ബൻഡ് പ്രോബ്ലംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുക. നമ്മൾ ഊബർ പിടിച്ച് ഷോപ്പിംഗ് സ്ട്രീറ്റ് അല്ലേ, ഷോപ്പിംഗ് സ്ട്രീറ്റ്, തീൻ ദർവാസ ഷോപ്പിംഗ് സ്ട്രീറ്റ് പോകുക. ഭായ് സാബിൻ്റെ അടുത്ത് ചോദിച്ച് ഹിന്ദി അറിയാത്ത 3 മണ്ടന്മാർ എന്തൊക്കെയോ ചോദിക്കുന്നു, ഒന്നും മനസ്സിലാവാതിരിക്കുന്നു. തീൻ ദർവാസയിലെത്തി ഗൈസ്, സ്ട്രീറ്റ് ഷോപ്പിംഗ്. അപ്പോൾ അവർ വരണ്ടേ? കണ്ണൊക്കെ അങ്ങോട്ട് തിളങ്ങി നിൽക്കുന്നു ഇതൊക്കെ കണ്ടിട്ട്. ടൂറിസ്റ്റ് മാർക്കറ്റ് അല്ല, ലോക്കൽ മാർക്കറ്റായിരുന്നു. അവിടെ സാധാ ഒരു ദിവസം തന്നെ ഒരു മുല്ലയ്ക്ക ചെറുപ്പിൻ്റെ ആളുണ്ടായിരുന്നു. നല്ല തിരക്ക്. ഞാൻ പോയിട്ടുള്ള വെച്ചൊരു നല്ല തിരക്കുള്ള സ്ഥലമായിരുന്നു. ഈ മാർക്കറ്റിലോട്ട് കയറിയിട്ട് തിരിച്ചിറങ്ങലെ കുറിച്ച് നമ്മൾ കറങ്ങി ഏതൊക്കെയോ ലോക്കൽ സ്ഥലത്തൂടെയൊക്കെ തിരിച്ചു വന്നത്. എനിവേ ഒരു ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നെന്ന് തന്നെ പറയാം.
അജിത്തങ്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മൾ അപരിചിതരെ വഴി വെച്ച് എക്സാം എഴുതാൻ പോയതായിരുന്നെങ്കിലും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഫാമിലീസ് എല്ലാവരും തമ്മിൽ നല്ല ക്ലോസ് ആയി, രസമായിരുന്നു. അഹമ്മദാബാദിലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള അട്ടൽ ബ്രിഡ്ജ്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റ് പോയത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്ത് ബ്രിഡ്ജ്? അടൽ ബ്രിഡ്ജ്. നീ എവിടെയും പറഞ്ഞിട്ടോ? നമ്മൾ സൈക്കിള് ഔട്ടാൻ പോവാ. ഇതാണ് അട്ടൽ, ATAL, അട്ടൽ എന്നാണ് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. നമ്മളവിടെ സൈക്കിൾ റെൻറ്റിനെടുത്തിട്ട് രാത്രി സൈക്ലിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു രാത്രി ഇങ്ങനെ എല്ലാവരും കൂടെ, ഇപ്പോഴാണ് നടന്നത്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ഇന്നത്തെ ടയേർഡായി എല്ലാവരും. ഞങ്ങൾ ദോശ ഡിന്നറൊക്കെ കഴിച്ച് പോയി കിടന്നുറങ്ങിയാൽ മതി എന്നാണ്. പക്ഷെ പെപ്സി കുടിക്കൂ, എനർജി കിട്ടും. കൈ പിടിച്ചിട്ട് പെപ്സി പറയുന്നതാണ്. പെപ്സിയും ഇതും ചങ്കു ചങ്കു അല്ലേ? ഇനി ഞങ്ങൾ കോളേജിൽ തിരിച്ചു പോകുക. ടയേർഡായി. ഇനി നാളെ എടുക്കാം. വി ഗുഡ് പീപ്പിൾ, വി ഗുഡ് ക്രൈ. വിളിക്കടാ. നമ്മൾ കംഫർട്ടബിൾ ക്ലോത്ത്സിലോട്ട് മാറി ഗൈസ്. ഇനി കിടന്നുറങ്ങാൻ ക്ഷീണിച്ച് നമ്മൾ നാളെ രാവിലെ ബാക്ക് ടു കൊച്ചി. യെസ് ഗൈസ്, ഞാൻ രാവിലെ എണീറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ കഴിഞ്ഞു പോവാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ നേരെ ഇനി എയർപോർട്ടിലേക്ക്, നേരെ നാട്ടിലേക്ക്. സോ ബൈ ബൈ. ഞാൻ വള്ളി ഇട്ട് വെച്ചിരിക്കുക ജീൻസ്, അത് പുറത്തേക്ക് വെക്കുന്നു. എന്തെങ്കിലും വ്ളോഗിൽ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഗേളി സ്ട്രഗിൾസ് പണ്ടാരം. കാറിന്റെ പൈസ ഇല്ലില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അഹമ്മദാബാദ്? അടിപൊളിയായിരുന്നു. പാടറാ ബന്ധാന പാടറാ. തൊട്ടി വണ്ടിയാണ് ഗൈസ്, തൊട്ടി വണ്ടി. അവിടെ എന്തൊക്കെയോ അഴുക്കൊക്കെ കിടക്കുന്നു. ഊബർ വണ്ടിയുടെ കോലമാണ് ഗൈസ്. ഓടുന്നുള്ളത് തന്നെ കാര്യം. നമ്മൾ എയർപോർട്ട് എത്തി ഗൈസ്. ലെറ്റ്സ് ഗോ ബാക്ക് കൊച്ചി. ടാറ്റ അഹമ്മദാബാദ്. നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ അഹമ്മദാബാദ്? നല്ല യാത്ര, എങ്ങനെയുണ്ടായിരുന്നു അഹമ്മദാബാദ്? സൂപ്പർ. മക്കളെ എങ്ങനെയുണ്ടായിരുന്നു അഹമ്മദാബാദ്? വെരി ഗുഡ്, എക്സലന്റ്. That is हमारा flight. We are boarding guys, boarding. ബൈ ബൈ അഹമ്മദാബാദ്. ബൈ ബൈ കണ്ടുന്ന ഗൈസ്. നമ്മൾ ഇപ്പോൾ പോവുകയാണ് വീട്ടിലേക്ക്. We will see you there after 2 hours. ഞാൻ ഉച്ചയ്ക്ക് വ്ളോഗിങ് ആണ്. കുട്ടൻ എൻ്റെ ഫോൺ തന്നു വീഡിയോ. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ അഹമ്മദാബാദിനോട് വിട പറഞ്ഞു. അതെ, അവിടെ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണമായിരുന്നു. എനിക്കതിൽ എന്താ പറയുക, ചെറിയ രീതിക്കുള്ള റിഗ്രറ്റ് ഉണ്ട്. കാരണം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തേതായ രീതിക്ക് അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര റഷായിരുന്നു. പിന്നെ നമ്മൾ ടൂറല്ലായിരുന്നു, എക്സാം എഴുതാൻ പോയതായിരുന്നു. അതും ഒരു പോയിൻ്റാണ്.
അപ്പോൾ ഗൈസ് അഹമ്മദാബാദിലെത്തി. നമുക്ക് ഉറക്കം വരുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്നേക്സ് ഉണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞൊരു സിനിമയും കണ്ടിരിക്കുക. പ്ലെയിനിലെ ടോയ്ലറ്റ് ഗൈസ്. എത്തി നമ്മൾ കൊച്ചി എത്തിയിരിക്കുന്നു. അടിയിൽ കൊച്ചിയാണ്. കണ്ടോ, കൊച്ചിയിൽ മേഘമുണ്ട്, അവിടെ മേഘമില്ല. നല്ല രസമുണ്ട് കാണാൻ. ടർബുലൻസ് ഉണ്ട് ഗൈസ്, കുലുങ്ങിയാ പോകുന്നത്. ലാൻഡ് ഇൻ കൊച്ചി ഗൈസ്. ഇനി ചൂട് കുറഞ്ഞ വിയർപ്പം കൂടുതൽ. എനിക്കൊരു സുഖമില്ല ഇന്നൊരു ദിവസം മൊത്തം. എന്തോ ശരീരത്തിനൊരു സുഖമില്ല. അല്ല, അത് നമ്മള് ഗൗരി, മാധു, അനിതാൻ്റെ ആയിട്ട് ബൈ പറയുക. സിനിമോൻ ഒറ്റക്ക് ഗയാ. എൻ്റെ വീഡിയോ ആയിട്ട് തിരിഞ്ഞു വെക്കുന്നില്ല. ചൂടും കൂടുതലാണ്, ചൂട് ലൈക്ക് ഫീൽ ചെയ്യുന്ന കൂടുതലാണ്, വിയർക്കുന്നുണ്ട്. നമ്മളിവിടെ മറ്റേ മഴമേഘങ്ങൾ വരല്ലേ. വെള്ളം ഇവാപറേറ്റ് ചെയ്തിട്ട് പോയിട്ട് കുറേ മേഘമില്ലേ, അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഇറക്കാൻ അവർക്ക് കാണാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു വരുന്ന വഴി അന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി അരൂരുള്ള തളികയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു ബസ്സിൽ തന്നു ഗൈസ്. ബസ്സിലല്ല, മറ്റേ വഴി കണ്ടുപിടിക്കുന്ന സെറ്റപ്പ്. ഇത് നടക്കുന്ന കേസല്ല. എല്ലാവരും ബിരിയാണിയാണ് പറഞ്ഞത്. എല്ലാവരും ഉത്തരവ് വെച്ച് എല്ലാവരും ബിരിയാണി പറഞ്ഞു. എളുപ്പം കിട്ടാൻ വേണ്ടി ബിരിയാണിയാണ് പറഞ്ഞത്. ഞാൻ വെറൈറ്റി ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾ അരൂരിനടുത്ത് തളിക എന്ന റെസ്റ്റോറൻറ്റിലെ ഫുഡാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് എൻ്റെ വിശപ്പ് കൊണ്ടാണെന്ന് അറിയാൻ പറ്റില്ല, എന്തായാലും ഉഗ്രൻ ഫുഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സൂപ്പർ അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരെ എല്ലാവരും വീട്ടിലായിട്ട് പോവാം. ഹായ്, എത്ര ദിവസമായി കണ്ടിട്ട്. എന്റെ ശുണ്ടരി എന്റെ ശുണ്ടരിയാണോ ഇത്? അപ്പം ഗൈസ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഇന്നത്തെ അഹമ്മദാബാദ് ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞങ്ങളുടെ ഈ അഹമ്മദാബാദ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.